ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ച കേട്ടത്. ഞങ്ങൾ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒച്ച കേൾക്കുന്നത്. എന്തോ ജാതി സൗണ്ട് കുറെ കുരുക്കും പോലെ. അമ്പലത്തിൽ കുറച്ച് കൂടുതൽ ഗതിയാനം ഒരുമിച്ച് പൊട്ടുന്നുള്ള അങ്ങനത്തെ ഒരു മുഴക്കം. പക്ഷെ അത് മുകളിൽ മാത്രം അടിയിൽ നിന്നാണെന്ന് മാത്രം. കൂനിടി വെട്ടുന്ന പോലെ ഉണ്ടല്ലോ, ഒരു ഇടിമുഴക്കം. ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ശബ്ദമാണ് വന്നത്. ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട്. അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത്. നമസ്കാരം. വയനാടിനെ പേടിപ്പിച്ച ഒരു പകലാണ് കടന്നുപോയത്. രാവിലെ 10:15 ഭൂമിക്കടിയിൽ മുഴക്കം കേട്ടത്. ഭൂമിയെ വീണ്ടും വിശ്വസിക്കാൻ ആ നാട് പതുക്കെ പതുക്കെ തുടങ്ങുന്നതേയുള്ളൂ. അതിനിടെയാണ് പ്രകമ്പനം. കുട്ടികൾ ഭയന്നു, വീട്ടുകാർ ഭയന്നു. അവർ വീട് വിട്ട് പുറത്തിറങ്ങി എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ തയ്യാറായി നിന്നു. വയനാടിന് പുറത്തും ഭൂമി കുലുങ്ങിയെന്ന വാർത്ത പരിഭ്രാന്തി ഇരട്ടിപ്പിച്ചു. ഒടുവിൽ ആശങ്ക വേണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞതോടെ സംശയത്തോടെയെങ്കിലും വയനാട് സമാധാനത്തിലേക്ക്. എന്താണ് വയനാടിനെ വലയ്ക്കുന്നത്? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. വീണ്ടും വിറച്ചോ വയനാട്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജിയോളജിസ്റ്റ് ഡോക്ടർ കെ സോമൻ, കേരള സർവകലാശാല ജിയോ വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജി ത്രിവിക്രമൻ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ എന്നിവരാണ് എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. വയനാട്ടിൽ ഇന്ന് നിരവധി പേരാണ് ആശങ്ക പങ്കുവച്ചത്, മാധ്യമങ്ങളോട് അടക്കം. ജനങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? അവിടെ നിന്ന് നാട്ടുകാരും എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം പങ്കുചേരും. സജോ ദേവസ്യമുണ്ട് അവർക്കൊപ്പം. ആദ്യം ഡോക്ടർ സോമനിലേക്ക്. ഡോക്ടർ കെ സോമൻ, ഇന്നിപ്പോൾ വയനാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത് പരിഹരിച്ചതിന് ശേഷം അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ജി ത്രിവിക്രമൻ, ഇന്നിപ്പോൾ ഈ വയനാട്ടിൽ, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറത്ത് ഒക്കെ ഒരേ രൂപത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഇങ്ങനെ പ്രകമ്പനം കേട്ടു ഭൂമിക്കടിയിൽ നിന്ന് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് വയനാട്ടിൽ പ്രത്യേകമായി സംഭവിച്ചിട്ടുണ്ടാവുക? ബാക്കി സ്ഥലങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. വയനാട്ടിൽ എന്താകാം സംഭവിച്ചിട്ടുണ്ടാവുക? വാസ്തവത്തിൽ തീർച്ചയായിട്ടും വയനാട്, കോഴിക്കോട് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ജില്ലകളിൽ ഈ കഴിഞ്ഞ 8-10 ദിവസം മുമ്പ് നടന്ന ഉരുൾപൊട്ടലിൻ്റെ ആഘാതം, മാനസിക, ശാരീരിക, സാമ്പത്തിക ആഘാതം, അത് ഒട്ടും മാറാതിരുന്ന അവസരത്തിലാണ് ഇന്ന് 10 മണി കഴിഞ്ഞ ഉടനെ പലതരത്തിൽ പല ലൗഡ്നെസ്സുള്ള ഒച്ച കേട്ടു എന്ന് നാട്ടുകാർ പറയുകയും സ്വാഭാവികമായി അതൊരു പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. അത് യാതൊരു സംശയമില്ല. ഞാനായാലും സ്റ്റുഡിയോയിലുള്ള വേണുവായാലും ആരായാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ സിറ്റുവേഷനിൽ ഭയന്നു പോകും. ആദ്യം എനിക്ക് ഒരു ജിയോ സയൻറ്റിസ്റ്റ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാനുള്ളത്, ഇത് പുതുമയുള്ള ഒരു കാര്യമല്ല. നമ്മൾ 15-20 വർഷം മുമ്പ് കോഴിക്കോടിന് കിഴക്ക് കോട്ടൂളി എന്നൊരു പ്രദേശത്ത് ഒച്ച കേൾക്കുമായിരുന്നു എന്ന് അവിടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചയോ 10 ദിവസമോ നമ്മുടെ ഡെയിലീസിലും അതുപോലെ തന്നെ ചാനലുകളിലും ഇതിനെപ്പറ്റിയുള്ള വാർത്ത വന്നിരുന്നു. കോട്ടൂളിയിൽ ശബ്ദം കേൾക്കുന്നു. ശരിയാണ്, ഭയപ്പെടുത്തും. പക്ഷെ ഒന്നും അവിടെ സംഭവിച്ചില്ല. കോട്ടൂളി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇടനാടിലുള്ള ഒരു ഭാഗമാണ്. വയനാടെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മലമ്പ്രദേശമാണ്. അതായത് 75 മീറ്ററിൽ മുകളിൽ ഉയരമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ സഹ്യാദ്രി അല്ലെങ്കിൽ വയനാട് ഉൾപ്പെടുന്ന സഹ്യാദ്രി. അവിടെ ഈ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത് ഞാൻ നിസ്സാരവൽക്കരിക്കുകയില്ല. പക്ഷേ ഇത് നമ്മൾ ഒരു ഭൂമിയുടെ ക്രസ്റ്റൽ റോക്കുകളുടെ മൂവ്മെൻറ്റ് കൊണ്ടുള്ള ഒരു പ്രകമ്പനമായി നമ്മൾ കരുതേണ്ട കാര്യമേ ഇല്ല. കാരണം ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഭൂമിയിൽ ഉദാഹരണത്തിന് ഒരു കോളേജിലെ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. നല്ല ദൃഷ്ടാന്തമാണ്, ഒരു സംശയമില്ല. എന്താ അത് കാണിക്കുന്നത്? കിണറിൻ്റെ അടിഭാഗത്തെ സപ്പോർട്ട് ഒലിച്ചുപോയി. എങ്ങനെ ഒലിച്ചുപോയി? അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോ.
പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലോക്കൽ റിവറിലെ ഫ്ലോ പോലെ കാണരുത്. ഒരു ലാമിനാർ ഫ്ലോയാണ് അത്. ഒരു റിവറിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ കാണുന്ന ടർബുലൻറ്റ് ഫ്ലോ അല്ല. അതുകൊണ്ട് വലിയ ജോലിയൊന്നും അത് ചെയ്യില്ല. അതായത് ക്യാരിയിങ് ലോഡ്, ഓൺലി ഡിസോൾവ്ഡ് ലോഡ് ക്യാൻ ബി ടേക്കൺ ഓഫ്. അല്ല എങ്കിൽ 2 മൈക്രോൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1 മൈക്രോൺ എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററിൻ്റെ 1000-1 സൈസ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ഹെയർ 80 മൈക്രോണാണ് അതിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ 2 മൈക്രോണിന് താഴെ അതോ 2 മൈക്രോണിന് സമീപത്തോ ഉള്ള ചൈന ക്ലേ അല്ലെങ്കിൽ ക്ലേ പാർട്ടിക്കിൾസ് ഈ പറയുന്ന ഭൂഗർഭ ജലത്തിന് തന്നെ ഒലിച്ച് അതിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് വളരെ കാലം കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ എന്താ പറ്റുക? അവിടെ ചെറിയ ഒരു ഗുഹ എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, ചെറിയ സുഷിരങ്ങൾ വലുതാവും. വലിയ സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഭൂമിക്കടിയിൽ മീറ്ററുകളോളം വലിപ്പമോ പൊക്കമോ ഡയാമീറ്ററോ ഉള്ള പ്രദേശമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്ത്, ആസാം പ്രദേശത്ത് ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലെന്ന് സാധാരണ ആളുകൾ പറയുന്ന ലൈംസ്റ്റോൺ ടെറൈനിൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കൊണ്ട് അത് മഴവെള്ളം താഴോട്ട് പോയിട്ട് ആ വെള്ളത്തിൽ ഉള്ള കാർബോണിക് ആസിഡ് അതിൻ്റെ പ്രേരണ കൊണ്ട് ഈ കാൽസ്യം കാർബണേറ്റ് എന്ന ചുണ്ണാമ്പ് കല്ലിൻ്റെ മുഖ്യ ഘടകം അതെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. കാൽസ്യം അയോൺ, ബൈകാർബണേറ്റ് അയോൺ. പിന്നെ അത് വെള്ളത്തിൻ്റെ ഭാഗമാണ്, സോളിഡ് അല്ല. അത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സെഞ്ച്വറീസ്, മില്ലേനിയാസ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ 10s of thousands of years അത് നടക്കുമ്പോഴാണ് അതൊരു വലിയ ഗുഹ പോലെ രൂപപ്പെടുന്നത്. അന്നേരം ഇത് സാധാരണ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ ഫ്ലോറിഡ എന്നൊരു സംസ്ഥാനമുണ്ട്, ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അത് പഴയ കാലത്ത് ഒരു 20 വർഷമോ മറ്റോ മുമ്പ് ഒരു ആ വീട്ടിലെ അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും ഒരു വീക്കെൻഡിൽ ഒരു എക്സ്കർഷന് പോവുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ക്യാമറ അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടം എല്ലാം എടുത്ത് കാറിൽ കൊണ്ടുവച്ചു. അച്ഛനും അമ്മയും സൂട്ട് കേസും എല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ കാറിൻ്റെ സമീപത്ത് നിൽക്കണു, അച്ഛൻ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ട് കാറിലേക്ക് നടക്കുന്നു. അതേരം എന്ത് പറ്റിയെന്നറിയാം? ആ വീട് ക്രമേണ അതിരുന്ന പ്രതലം ഇടിഞ്ഞ് നമ്മുടെ ഈ കിണർ പോലെ കംപ്ലീറ്റ് ആയിട്ട് മണ്ണിൻ്റെ അടിയിൽ പോയി. അത് അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്. ലൈംസ്റ്റോൺ ടെറൈനാണ്. ഇവിടെ നമ്മുടെ വയനാടിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലമ്പ്രദേശത്ത് അത്തരം ത്രെട്ടനിങ് ആയിട്ടുള്ള അത്തരം പ്രോസസ്സിൽ ലയിച്ചു പോകുന്ന മിനറലുകൾ അടങ്ങിയ, അതായത് ലൈംസ്റ്റോൺ പോലുള്ള മിനറലുകൾ അടങ്ങിയ റോക്ക് ഫോർമേഷൻസ് ഇല്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് അങ്ങ് ശാസ്ത്രീയമായി അത് വിശദീകരിക്കുന്നതിന് അങ്ങയിലേക്ക് വരികയും ചെയ്യാം. ശ്രീ ഷംസാദ് മരക്കാറും ഇപ്പോൾ ചേരുന്നു തത്സമയം. ശ്രീ ഷംസാദ്, താങ്കൾ ഈ ആശങ്ക ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ആ സമയത്ത് തന്നെ എത്തിയ ഒരു ജനപ്രതിനിധിയാണല്ലോ. എന്താണ് നാട്ടുകാർ അപ്പോൾ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പുഴുതന പഞ്ചായത്തിൽ ചേട്ടുക്കുന്നാണ് പോയത്. ഇപ്പം നമ്മൾ ഈ കലക്ടറേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ശബ്ദവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിലൊക്കെ വരുന്നത്. പെട്ടെന്ന് പാനിക്കായി. കാരണം ഒരു പ്രദേശത്തു നിന്നല്ല വരുന്നത്, ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്. ഒരു 3, 4, 5 വില്ലേജുകളിൽ നിന്ന് നമ്മൾ മെസ്സേജ് വരുമ്പോൾ നമ്മൾ അലർട്ടായി. എന്താ സംഭവിച്ചു നമുക്ക് മനസ്സിലായില്ല. വലിയൊരു ശബ്ദം കേട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ജിയോളജിസ്റ്റിനെ വിളിപ്പിച്ചു, അതിൻ്റെ കൂടെയുള്ള സോയിലിൻ്റെ ആളുകളെ വിളിപ്പിച്ചു. 2 ടീമിനെ ഉണ്ടാക്കി. ഒരു ടീം കൽപ്പറ്റയിലേക്കും ഒരു ടീം ബത്തേരിയിലേക്കും പോയി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പിന്നെ ചില ആളുകൾ വിളിച്ചു ഈ പറയുന്ന ശബ്ദം കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളത് വിളിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ശബ്ദം കേട്ടിട്ടുണ്ട്, അതിൽ തർക്കമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മളത് സ്ഥിരീകരിച്ചു. പിന്നെ പുഴുതന പഞ്ചായത്തിലെ സേട്ടുക്കുന്ന്, മേൽമുറി എന്ന പ്രദേശത്താണ് ഞാൻ പോയത്. ഞാൻ അവിടെ പോകാനുള്ളൊരു കാരണം
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മേൽമുറിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്ത് നിന്നൊരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി കെയർ ചെയ്യണം എന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോയത്. അവിടുത്തെ പഞ്ചായത്ത് ആളുകളും ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ട്. അവർ പറയുന്നത് ഈ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജിയോളജിസ്റ്റും എന്നോടൊപ്പം മുന്നിലുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ അവിടെ നമ്മൾ അൺയൂഷ്വലായി ഒന്നും കാണുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ നിറം ചേഞ്ച് ചെയ്ത് വരും, അല്ലെങ്കിൽ പാറക്കല്ലുകൾ ഉരുണ്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കിയത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒന്നും ആ പ്രദേശത്തില്ല. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ആളുകൾ ഉണ്ടായി, അവരാദ്യം വന്ന് പരിശോധന നടത്തി, അതിലൊന്നുമില്ല. അപ്പോൾ അവർ ഡ്രോൺ വെച്ച് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒന്ന് നോക്കി. അപ്പോൾ അതിലും അൺയൂഷ്വലായ ഒരു ഇവൻസും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഈ ശബ്ദത്തിന് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ മേൽമുറിയിൽ അവർ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വെങ്ങപ്പള്ളിയിൽ അവർക്ക് ജനലൊക്കെ ഒന്ന് ചെറുതായി ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ശബ്ദം കേട്ടു, അവിടെ ചെറിയൊരു ജർക്കിംഗ് പോലെ ഉണ്ടായി എന്ന് പറയുന്നു. ഇതാണ് കൽപ്പറ്റയിലുണ്ടായത്. അതേ സംഭവം തന്നെയാണ് നെന്മേനി, അമ്പുകുത്തി, പാടിപറമ്പ്, അമ്പലവയൽ ആ മേഖലയിൽ. അവിടെ ചില സ്ഥലത്ത് അത് നമുക്ക് ശബ്ദം മാത്രം കേട്ടു, പക്ഷേ നെന്മേനിയുടെ ഒരു പ്രദേശത്ത് ചെറുതായുള്ളൊരു ജർക്കിംഗ് പോലെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ വയനാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ശബ്ദം ഇതുവരെ എൻ്റെ അറിവിലില്ല. പക്ഷെ ഞങ്ങൾക്ക് സോയിൽ പൈപ്പിംഗ് സംഭവിക്കാറുണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ സോയിൽ പൈപ്പിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ആളുകളുമായൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ അതായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് കൊണ്ടുള്ളൊരു പ്രയാസമായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ആളുകൾ ഇപ്പം പാനിക്കായ സിറ്റുവേഷനിൽ നിന്ന് മാറി, എന്നാലും നമ്മളൊരു കെയർഫുൾ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ ആളുകൾ നമ്മളൊരു വലിയ പ്രയാസം ഈ മുണ്ടക്കൈ സംഭവിച്ചത് കൊണ്ട് വേണുവിനും അറിയാം, നമ്മൾ ഈ ജില്ലയിൽ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു മാനസിക പ്രയാസം. അതിനിടയിൽ ഇങ്ങനെ എന്ത് ചെറുത് കേട്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആളുകൾ പേടിച്ചു പോവാണ്. ഇപ്പോ സംഷാദെ, ഇപ്പോ ഈ സീസ്മോളജിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, ഡൽഹിയിലെ കേന്ദ്ര ഡയറക്ടർ, അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായല്ലോ മാധ്യമങ്ങളോട്. അതാണ് ആത്യന്തികമായി ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ പ്രതികരണം എന്ന നിലയിലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഇത് ഒരു അസ്വാഭാവികതയും ഉള്ളതല്ല, ഇതൊരു ഭൂകമ്പം പോലും ആയിരുന്നില്ല, ഭൗമപാളികളുടെ ഒരു ചലനം മാത്രമായിരുന്നു. അതൊരർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ദുരന്തത്തിനൊക്കെ ശേഷം സ്വാഭാവികമായും സംഭവിക്കാവുന്നതാണ്. ഈ പാറക്കല്ലുകളുടെ ഒരു ക്രമീകരിക്കപ്പെടൽ മാത്രമാണ്, ആ അർത്ഥത്തിൽ അത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ഒരു വിവരമാണോ നിങ്ങൾക്കും ആധികാരികമായി കിട്ടിയത്? അല്ല, നമ്മൾ ആദ്യം നോക്കിയത് ഇത് ഭൂചലനവുമായി ബന്ധപ്പെട്ടാണ്. ഭൂചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി, അങ്ങനെ നമുക്ക് എവിടെയും അത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഭൂചലനമല്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒഫീഷ്യലി നമുക്ക് ഇൻഫർമേഷൻ തന്നു എന്നുള്ളതാണ്, നമ്മളത് ധരിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് ഈ 3 സാധ്യതകൾ നമ്മളോട് ഇവിടെ ചർച്ചയിലുണ്ടായി. ഒന്ന് ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ക്രമീകരണം, സാധാരണഗതിയിൽ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ള വാദം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സോയിൽ പൈപ്പിംഗ് ആവാം, അല്ലെങ്കിൽ വെള്ളം വ്യാപകമായി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാവാം. ഈ 3ആണ്. ഇതിൻ്റെ ഒരു കൺഫർമേഷൻ തരേണ്ടത് ഇതിൻ്റെ സയൻറ്റിഫിക്കലി ഇത് അറിയുന്ന ആളുകളുടെ കൺഫർമേഷനാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു ക്രമീകരണം മാത്രമാണ്, ഇതൊരു ഉരുൾപൊട്ടലിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നത് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇപ്പോൾ നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ സ്കൂൾ അവധി കൊടുക്കുന്നു, അവിടെ ബന്ധപ്പെട്ടവർ തന്നെ, അതുപോലെ തന്നെ വീട്ടുകാരെ മാറ്റി താമസിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു, നാട്ടുകാർ തന്നെ പരിഭ്രാന്തരായി പുറത്തിറങ്ങി മണിക്കൂറുകൾ നിൽക്കുന്നത് കണ്ടതാണ്. ഇപ്പോൾ ആ മേഖലയിലെ അവസ്ഥ എന്താണ്? നമുക്കിങ്ങനെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു അങ്ങനത്തെ ഒരു അത്യാവശ്യ സാഹചര്യം ഇല്ല, അങ്ങനത്തെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് കരുതാമോ ഷംസാദെ? തീർച്ചയായും നമ്മൾ ആ ഒരു സമയത്ത് ഇതെന്താണ് എന്നറിയുന്നില്ല. അപ്പോൾ ഭൂചലനമാണെങ്കിൽ വീടുകളിൽ നിന്ന് ആ പേടിയിലാണ് പല ജനങ്ങളും വീട്ടിൽ നിന്ന് നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടിനകത്തേക്ക് കയറാതിരിക്കുകയും ചെയ്തത്. പിന്നെ സ്കൂളുകൾ കുട്ടികളുള്ളതാണ്. അപ്പോൾ സ്കൂളുകളുടെ അധ്യാപകർ സ്വമേധയാ തന്നെ പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പുറത്തിറക്കി വീടുകളിൽ എത്തിക്കാൻ ശ്രമിച്ചു. അതൊരു പാനിക് സിറ്റുവേഷനാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണവും നമ്മൾ നടത്തി വെക്കുക. ഇനി അങ്ങനെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനുള്ള എല്ലാ മുന്നൊരുക്കവും ഒരുക്കാൻ തയ്യാറാണ്, അവരെ മാറ്റാം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇപ്പം നിലവിൽ പേടിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം. പക്ഷേ സംഷാദെ, ഇതിനോടകം പ്രതികരിച്ച ചില വിദഗ്ധർ പറയുന്നുണ്ട് ഇതേ തീവ്രതയിൽ ഇത് ആവർത്തിക്കുകയാണ് എങ്കിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന്. അത് സംഭവിച്ചതിന് ശേഷം ആളുകൾ പിന്നെയും ഈ ചെവി കൊണ്ട് നേരിട്ട് കേട്ടറിഞ്ഞിട്ട് അറിയേണ്ടതാണ് ഇപ്പോഴത്തെയും സാഹചര്യമെങ്കിൽ അതൊരു ശുഭസൂചനയല്ല. അല്ല, അത് നമ്മൾ
ഈ ഒരു വട്ടം മാത്രമാണ് ഈ ശബ്ദം നമ്മൾ ഇപ്പോൾ ജില്ലാ കലക്ടർ ഇറക്കിയ പത്രക്കുറിപ്പിൽ തന്നെ നമ്മൾ വേണു പറഞ്ഞ് ഈ കാര്യം പറയുന്നുണ്ട്. കാരണം രണ്ടാം തവണയും ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ അലർട്ട് ആവണമെന്ന്. പക്ഷേ ഈ രണ്ടാം തവണ കേൾക്കുക എന്ന് പറയുമ്പോൾ അത് നാട്ടുകാർ തന്നെ കേൾക്കണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഒന്നാമത്തെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടുകാർ നമ്മളെ അറിയിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. ഈ സിസ്റ്റം ഒരു ജില്ലയിൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റത്തെ വെച്ചുകൊണ്ട് ഇതിനകത്തുള്ള സിറ്റുവേഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു നിർദ്ദേശമോ ഇങ്ങനെ ഒരു സാധ്യത എവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല. കാരണം ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈ ഫോൺ നമുക്ക് ഈ മെസ്സേജ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്കൊരു പിന്തുണ കിട്ടേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ ശബ്ദം കേട്ടു എന്നുള്ളത് ഭൂകമ്പമല്ല എന്ന് പറയുന്നു. ഇതെന്താണ് എന്നുള്ളത് ഇപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ സാധാരണഗതിയിലുള്ളതാണെന്ന് പറയുന്നു. ഓക്കെ, അതിൻ്റെ ഒരു ക്ലാരിറ്റി സ്റ്റേറ്റ് തരികയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും പറയേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്ററിൻ്റെ നമ്മളുടെ ഒരു സംവിധാനമുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ സ്റ്റേറ്റ് ഡിസാസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന്, കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന്, അവരുടെ ശേഖർ അടക്കമുള്ള ആൾ ഇന്ന് വയനാട്ടിലുണ്ട്. അവരൊക്കെ ഉള്ളപ്പോഴാണ് ഇതുണ്ടായത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താണ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്നുള്ളത്. ആളുകൾക്കും അറിയില്ല, നമുക്ക് ഇത്തരം ശബ്ദം കേട്ട് പരിചയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ ഒരു ഏകോപനം ഉണ്ടാവുകയും അവ്യക്തതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ടെന്ന് ചുരുക്കം. അല്ല സംഷാദെ, ഒരു കാര്യം, ഇപ്പം നിങ്ങൾ മേൽമുറിയുടെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ട് ആ മേഖലയിലേക്ക് ആദ്യം പോയെന്ന് പറയുകയുണ്ടായല്ലോ. കാരണം ഈ 2 തവണ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകാം എന്ന് നിങ്ങൾ സ്വാഭാവികമായും ശങ്കിക്കും. അതുപോലെ തന്നെയാണ് ഈ IC ബാലകൃഷ്ണനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ അമ്പുകുത്തി മലയിൽ 2019 180 മീറ്റർ ചെറിയൊരു വിള്ളൽ ആ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അതും ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാകാം. അതൊക്കെ ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിലടക്കം പറഞ്ഞുവെന്നും പറഞ്ഞു. ആ കാര്യത്തിൽ പിന്നെ ഒരു പ്രതികരണമൊന്നും ഉണ്ടായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇതിൽ അവ്യക്തതയോടെ നിൽക്കുകയാണോ മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗമായാലും ഈ പറയുന്ന മഹാനായ ശേഖർ കുര്യാക്കോസ് ആയാലും? ഈ നമ്മൾ ഇതിനകത്ത് ഇന്ന് ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ നോക്കുന്നത് ശാംബശിവ റാവു, കൗശിക്, കലക്ടർ, റിയാസ്, മിനിസ്റ്റർ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ അപ്പോഴേ പറഞ്ഞു, ഈ അങ്ങ് പറഞ്ഞത് തന്നെയാണ്, അമ്പൂത്തിയിലുള്ള ക്രാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ മേൽമുറിയുടെ പ്രദേശത്തൊരു ക്രാക്ക് നമുക്കുണ്ട്, മണിക്കുന്നമലയിൽ നമുക്കൊരു ക്രാക്ക് ഉണ്ട്. 3 ക്രാക്ക് നമുക്ക് 2019 അതവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതാണോ എന്നുള്ളത്. പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അവർ പല രീതിയിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ഏകോപനം ഉണ്ടാവേണ്ടത് സ്റ്റേറ്റ് തലത്തിൽ നിന്നാണ്. ഈ ശബ്ദം എന്താണ് എന്നും ഈ ശബ്ദത്തിൻ്റെ ഇനി ഇതിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പെട്ടെന്നപ്പോൾ ഇത് പാർപ്പിക്കേണ്ടി വരും. അത് തരേണ്ട ആളുകൾ തന്നിട്ടില്ല. നിലവിലൊരു ക്ലാരിറ്റി ഇതിനകത്ത് എന്താണ് ഇത് സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്ക് ജനങ്ങൾ ഇപ്പം പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അത് സ്ഥിരമായി പറയുന്നതാണല്ലോ, ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടെ വരാം. ഇപ്പോൾ സജോ ദേവസ്യയുണ്ട്, സജോ ദേവസ്യക്കൊപ്പം നാട്ടുകാരുമുണ്ട്. സജോ, ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഇപ്പോൾ സംഷാദം പറയുകയായിരുന്നു പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന്. ആ ആശയക്കുഴപ്പത്തിൽ തന്നെയാണോ ഇപ്പോഴും നാട്ടുകാർ നിൽക്കുന്നത്? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലവയലിനടുത്ത എടക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ആദ്യം ഈ പ്രകമ്പനം സംബന്ധിച്ച, ഈ മുഴക്കം സംബന്ധിച്ച, ഈ അസാധാരണ ശബ്ദം സംബന്ധിച്ച വിവരം പുറത്തു വന്നത് ഈ മേഖലയിൽ നിന്നാണ്. ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഭാഗം എന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്താണ്? നിങ്ങൾക്ക് ആശങ്കയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കേട്ടത്, അങ്ങനെ ഒരു ടെൻഷനുണ്ടോ? ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ടെൻഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കകൾ തന്നെ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിലൊക്കെ ഈ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാവരും പോയിരിക്കുന്നു, അവരവരുടെ ഫാമിലി അടുത്തേക്ക് വിട്ടു. ഇവിടെ താഴെ തന്നെ ഒരു 3 ഫാമിലി ഉള്ളൂ, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. കുറേ അധികം ആളുകൾ ഇവിടുന്ന് സ്വയം മാറിയിട്ടുണ്ടല്ലേ? സ്വയമായിട്ട് അവർ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ, ഈ ആ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമേ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ആശങ്ക എന്ന് വെച്ചാൽ നല്ല ആശങ്ക തന്നെ. കാരണം മുകളിൽ കുറേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒച്ചപ്പാടോ കാര്യങ്ങളോ കേട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം ഒരു കണക്കായിരിക്കും. എന്താ സംഭവം പറയാൻ പറ്റില്ല. അതുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ മരമുറി നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം ചെക്ക് ചെയ്യണം. നിങ്ങൾ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് നമുക്കറിയാം നന്നായിട്ട്. അത് നല്ലൊരു ആശങ്ക തന്നെയാണ്. കാരണം രാത്രി കിടക്കുമ്പോൾ ഇപ്പം പോയി കണ്ടതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയാണ്. കാരണം രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് അവർ പറയുന്ന ഒരു ക്ലിയർ പിക്ചർ കിട്ടണം. മറ്റൊന്ന്, ഇത് ഈ അമ്പുകുത്തി മല എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടൻ ഇവിടുത്തുകാരനല്ലേ? അതെ. ഇപ്പോൾ എന്താ അങ്ങനത്തെ ഒരു എന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംഭവം തുടർച്ചയായിട്ട് ഈ മേഖലയിൽ മുൻപൊന്നും അങ്ങനെ ഒരു സംഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ശരിക്കും ഭീതിയുള്ളത് ഈ മേലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഒരു
7-8ഓളം റിസോർട്ടുകൾ അവിടെ പണിയുന്നുണ്ട്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. വളരെയധികം ആളുകൾ നമ്മളോട് അക്കാര്യം പറഞ്ഞിരുന്നു. അതായത് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും അനുമതിയില്ല എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടെറൈൻ കുറച്ച് പ്രത്യേകത ഉള്ളതാണ്. ഒരു സവിശേഷമായ അല്ലെങ്കിൽ ഒരു ദുർഘടമായ ഒരു ഭൂമിശാസ്ത്രമുള്ള മേഖലയാണ്. നിങ്ങളിത് ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോള് കട്ട് ചെയ്യാൻ നേരത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഒരു 10-10:15 ഉണ്ടാവും. വീട്ടിലെല്ലാവരും കേട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് സൗണ്ട് കേട്ടിരുന്നത്. എന്താ നമുക്കറിയില്ല. ആ ഭീതി ഇപ്പോഴും ഉണ്ട്. ഇനി മുമ്പോട്ട് എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നല്ല പേടി തന്നെയാണ് വയനാട്ടുകാരും നമ്മൾ പ്രദേശവാസികളൊക്കെ നിൽക്കുന്നത് തന്നെ. നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു ഈ അമ്പുകുത്തി മേഖലയുടെ ഒരു ഭാഗത്ത് ഭൂമി കുറേയധികം ദൂരത്തിൽ വിണ്ടു നിൽക്കുന്ന ഒരു 60 മീറ്ററോളോ മറ്റോ 2019 ഈ മലേൻ്റെ മുകളിൽ വിണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഒരു 100 മീറ്ററോളം മേലെ വിണ്ട് നിൽക്കുന്നുണ്ട്. അത് ഇതുവരെ ആരും കയറി നോക്കിയിട്ടൊന്നുമില്ല. നമ്മളിവിടുത്തെ നാട്ടുകാർ കുറച്ച് പേര് കയറിയാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരാരും വന്ന് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതല്ലാതെ തന്നെ അവിടെ ഒരുപാട് മരങ്ങൾ ഒരുപാട് പണികൾ അവിടെ മേലെ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും കയറി നോക്കുന്നില്ല. ഇവർ ചുമ്മാ അങ്ങനെ പറയുന്നുള്ളൂ നോക്കുന്നുണ്ട് എന്ന്. അതാണ് നിങ്ങൾ എന്താണ് ചേട്ടൻ ഇവിടുത്തുകാരനല്ലേ, എന്താ പറയാനുള്ളത്? അത് കൂടാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ റിസോർട്ടുകളിൽ കുറേ കുളങ്ങളും കാര്യങ്ങളും നിർമ്മിച്ച് ഇവിടെ ഭയങ്കര ഒരു 3-4 കുളങ്ങൾ അധികമായിട്ട് സംഭരിച്ച് വെക്കുന്നുണ്ട് ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ടുണ്ട്. അതിപ്പം തൊട്ട മേലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കേസ് തന്നെയാണിത് ഈ നാട്ടുകാരെ. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ അവരുടെ ഓരോ നിലയ്ക്കുള്ള ആശങ്കകൾ പറയണം. ചേട്ടൻ ഇവിടുത്തുകാരൻ തന്നെയല്ലേ? എന്താണ് ഇതൊരു ഇങ്ങനെ തുടർച്ചയായിട്ട് ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നതും ഏറ്റവും വലിയ മുഴക്കം കേട്ടു എന്ന് പറയുന്നത് ഇടക്കൽ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതിനോട് ചേർന്ന താഴ്വാരത്ത് വലിയ ജനവാസ മേഖലയുണ്ട് താനും. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അനധികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മരംമുറി അതൊക്കെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവരെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി, ഒരു ക്ലിയർ പിക്ചർ ഇവിടെ കുറച്ച് ആളുകൾ കൂടി തരുന്നുണ്ട്. ചേട്ടൻ ഇവിടെ വീടുള്ള ആളല്ലേ, എന്താണ് പറയാനുള്ളത്? കാരണം അതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു അറിവിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ ഒരു അനുമതി ഇല്ലാതെ ഇപ്പോൾ ഇത്രയും വലിയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കൂല. അവിടെ ഒരു കൃത്യമായ ഒരു പഠനം വേണം. ആ സ്ഥലത്തെ കുറിച്ച് വേണം. എന്തെങ്കിലും സംഭവിക്കുമോ, ഇപ്പോൾ മുത്തുമലയും ചൂരൽമലയൊക്കെ സംഭവിച്ച പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു മുൻകൂട്ടി വിവരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അങ്ങനെ ഒരു കിട്ടിയാൽ അതിനുള്ള ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കി കിട്ടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ചേച്ചി ഇവിടെ തന്നെയല്ലേ? ചേച്ചി ശബ്ദം കേട്ട ആളാണോ? അത് ഏത് സമയത്തായിരുന്നു? 10:15 അതൊരു ജെർക്കിംഗ് പോലെ അനുഭവപ്പെട്ടോ അതോ ശബ്ദവും? ഇല്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഇടി മുഴക്കം പോലെ ശബ്ദമേ കേട്ടുള്ളൂ. ജെർക്കിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല? ഇല്ല, വേറൊന്നും അനുഭവപ്പെട്ടില്ല. ഞങ്ങളവിടെ പാറയിലായിരുന്നു. പുല്ല് മുറിക്കാൻ പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ആശങ്കയും. ചേട്ടൻ ഈ മേഖലയിലുള്ള ആളാണ്, ശബ്ദം കേട്ട ആളാണോ? അല്ല, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട് ഇവിടെയായിരുന്നു. അപ്പം ഇന്ന് മോനും സുഖമില്ലാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു അസാധാരണമായ ശബ്ദം കേട്ടു. അപ്പം ഞങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് വന്നു. എന്തായാലും ഞങ്ങൾ ഈ മലയടിവാരത്ത് ആയതുകൊണ്ട് ഇവിടെ ഉരുളം കല്ലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു ഭീകരാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ മോളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്നാണ് ഞങ്ങൾ ഇപ്പോൾ കൂട്ടമായിട്ട് ഇവിടുന്ന് അവിടെ കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് അവിടേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂട്ടമായിട്ട് അവിടെ കയറി ചെന്നപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം അമിതമായിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് അവിടെ കണ്ടത് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രദേശത്തുകാർ മുഴുവനുള്ളത്. ഈ ചേട്ടൻ ഇവിടുത്തുകാരൻ തന്നെയല്ലേ? എന്താ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അല്ല, നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരുപാട് അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സാധാരണയായി ഒഴുകിയെത്തുന്ന ഒരു ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ മൊത്തം തടസ്സപ്പെടുത്തിയിട്ടാണ് അവിടെ പല നിർമ്മിതികൾ. ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം വഴിതിരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ അല്ലേ? അത് തൊട്ടപ്പുറത്തെ പ്രദേശത്ത് അവർ പറയുന്ന ഒരു കാരണത്തിൽ നമ്മളൊന്ന് പോയി നോക്കി. അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് അറിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇവിടേക്ക് ഒഴുകി വന്ന ഒരു തോടുണ്ടായിരുന്നു. ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോട്. അതിപ്പോൾ അവിടെ ഒരു തടഞ്ഞു വെച്ചിട്ട് ഒരു കുളമായിട്ട് നിർമ്മിച്ചു. അതായത് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് ഇത് അവർക്ക് കുറച്ച് പേർ പറഞ്ഞിരുന്നു മുൻപ് അങ്ങനെയുള്ള ഭൂമി വീണ്ട ഒരു സാഹചര്യമുണ്ട്, അങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് അവരുടേതായ ആശങ്കയും ടെൻഷനും ഉണ്ട്. അത് കൃത്യമായി ദൂരീകരിക്കാൻ ആവശ്യമായ ഗ്രൗണ്ടിലുള്ള ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. വേണം. ശരി, നാട്ടുകാർക്ക് ഇപ്പോഴും ആശങ്കയാണ്. സജോയോട് സംസാരിക്കുമ്പോൾ അത് വളരെ വ്യക്തവുമാണ്. ഞാൻ ഇടവേളയ്ക്ക് വന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. വീണ്ടും വിറച്ചോ വയനാട് എൻകൗണ്ടർ പ്രൈം ചർച്ച തുടരുകയാണ്. ഡോക്ടർ കെ സോമൻ, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ നാഷണൽ സീസ്മോളജി സെൻറ്റർ പറഞ്ഞിരിക്കുകയാണ് ഇത് ഭൂകമ്പമേ അല്ല എന്ന്. മാത്രവുമല്ല, ഇങ്ങനെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളിൽ, മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ ഇതൊക്കെ സ്വാഭാവിക പ്രതിഭാസമാണ്. ഒരർത്ഥത്തിൽ ഗുണകരമെന്ന് പോലും പറയാം. കാരണം ആ മേഖലയിലെ ഈ പറയുന്ന പാറയുടെ പാളികളൊക്കെ
ബലപ്പെട്ട് സ്ഥിരപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ. അങ്ങനെ തന്നെയാണോ നാം അതിനെ കരുതേണ്ടത്, വിലയിരുത്തേണ്ടത്? നമ്മളിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് ഇന്ന് വയനാടിന് ചുറ്റുമുള്ള ജില്ലകളിൽ നടന്ന പ്രതിഭാസം കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നടന്ന പ്രകമ്പനങ്ങളും, അതായത് ഇതേപോലുള്ള ദേശമംഗലം, വടക്കാഞ്ചേരി ഇങ്ങനെയുള്ള മേഖലകളിലും ഉണ്ടാവില്ല. ഇതെല്ലാം ഭ്രംശ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രകമ്പനങ്ങളാണ്. ആ പ്രകമ്പനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിനടുത്തും ചെറിയ ഇൻറ്റൻസിറ്റിയിലും വന്നാൽ അത് ഒരു മൈക്രോ ട്രമേഴ്സായിട്ടാണ് അതിനെ കരുതപ്പെടേണ്ടതും. ഈ മഴ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഈ ഭാഗത്ത് അധിക മഴ പെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ ഭ്രംശ മേഖലകളും അതിലേക്കൂടെ വെള്ളം ഒഴുകി ഒരു ലൂബ്രിക്കൻ്റ് എഫക്റ്റ് വന്നിട്ട് അതിലൊരു ചലനം വന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ഒന്നായിരിക്കണം ഇപ്പോൾ പാലക്കാട്ട് ദേശമംഗലം മേഖലകളിൽ നടന്നതും ഇവിടെ നടക്കുന്നതുമായിട്ടുള്ള ഈ പ്രതിഭാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, തിരുനെല്ലി തൊട്ട് സുൽത്താൻ ബത്തേരി, നെന്മേനി, ചീരാൽ ഈ മേഖല ഒരു വലിയ ഭ്രംശ മേഖലയാണ്, അറിയപ്പെടുന്ന ഒരു ഭ്രംശ മേഖലയാണ്. 2004 സുൽത്താൻ ബത്തേരിയിൽ 2 മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എർത്ത് അല്ല എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇവിടെ നിലവിലിപ്പം കേരളത്തിൻ്റെ ആ വടക്കൻ ഭാഗങ്ങളിൽ സിസ്മോഗ്രാഫ്സ് ഉള്ളത് ഒന്ന് പീച്ചിയിലാണ്. ആ പീച്ചിൽ അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നുള്ളത് മാംഗ്ലൂരാണ്. പിന്നെ സൗത്തിൽ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതെല്ലാം 2 ഇല്ലെങ്കിൽ 3 മാഗ്നിറ്റ്യൂഡിന് മേളിലുള്ള എർത്ത് റെക്കോർഡ് ചെയ്യാൻ പാകമായ രീതിയിലാണത് വച്ചിരിക്കുന്നത്. ഇത്തരം മൈക്രോ സീസ്മിസിറ്റി ഇപ്പം നടക്കുന്ന കണ്ണൂരിലെ കഴിഞ്ഞ ഒരു സെക്കൻഡ് അങ്ങ് തുടർന്നോളൂ. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, തൊടുപുഴ, പിന്നെ അങ്ങിപ്പോൾ പറഞ്ഞ മംഗലാപുരം, ഈ വയനാട്ടിലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും രേഖപ്പെടുത്തുമെന്ന് നാം വിചാരിക്കുന്ന സ്ഥലം മംഗലാപുരമാണ്. അങ്ങേക്ക് തുടരാം. അല്ല, അത് ഈ 2 മേളിലോ 2 3 മാഗ്നിറ്റ്യൂഡിലോ ഉള്ളത് മാത്രമേ ഇത് റെക്കോർഡ്, അവരുടെ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത്തരം മൈക്രോ സീസ്മിറ്റി വേണമെങ്കിൽ നമ്മൾ അതിലും സെൻസിറ്റീവായിട്ടുള്ള, ഇതെല്ലാം സെൻസിറ്റീവാണ്, അവരിങ്ങനെ അത് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യത്തക്ക രീതിയിലെ സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് ഇത് പലതും നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടത്തില്ല. നമുക്കറിയാം, പീച്ചിൽ സീസ്മോഗ്രാഫ് ഉണ്ടായിരുന്നപ്പോൾ പോലും ഇടുക്കിയിൽ നടന്ന പല ട്രെമേഴ്സും അത് റെക്കോർഡ് ചെയ്തിരുന്നില്ല. ഇവിടുത്തെ റവന്യൂ അവർക്ക് അന്ന് എല്ലാം ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഈ ഒരു സംവിധാനം നിലവിലുണ്ട്. ഇപ്പോൾ ഈ ഭ്രംശ മേഖലകളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയും മഴയ്ക്ക് ശേഷം നടക്കുന്ന ഒരു സ്വാഭാവിക അതിന് ഹൈഡ്രോ സീസ്മിസിറ്റി എന്നാണ് പറയുക. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അത് ഈ ഉരുൾപൊട്ടലിന് കാരണമാകാം, ഉരുൾപൊട്ടലിന് ശേഷമുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആകാം. അപ്പം ഞാൻ പറഞ്ഞു, തിരുനെല്ലി തൊട്ട് സുൽത്താൻ ബത്തേരി. അല്ല, ഒരു സെക്കൻഡ് സാർ. ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു കാര്യം, ഈ രാത്രിയിലും ആളുകൾ ആശങ്കയോടെ നിൽക്കുന്നത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് അങ്ങടക്കം കേട്ടല്ലോ. അവരോട് നാം എന്താണ് പറയേണ്ടത്? ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഒരാശങ്കയും ഇല്ലാതെ കിടന്നുറങ്ങാം എന്ന് പറയാൻ കഴിയുന്ന അത്രയും ആത്മവിശ്വാസം അങ്ങേക്കടക്കമുണ്ടോ? അതായത് ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഈ പ്രകമ്പന ശബ്ദങ്ങളിൽ നിന്ന് വന്നാൽ ഒരുപക്ഷെ ആവർത്തിച്ചാൽ പോലും പ്രതീക്ഷിക്കാവുന്നത് വീടുകളിലെ ഈ വലിയ ബലമില്ലാത്ത വീടുകൾക്ക് ചില വിള്ളലുകൾ ഉണ്ടാകാം. പിന്നെ അവർ നോക്കേണ്ടത് കിണറുകളിലെ വെള്ളത്തിൻ്റെ വിധാനത്തിൽ മാറ്റമുണ്ടോ എന്ന്. അതാണ് ഒരു ഇൻഡെക്സ് ആയിട്ട് പലപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുന്നത്. അല്ലാതെ വേറെ കരയ്ക്ക് നോക്കിയാലൊന്നും കിട്ടത്തില്ല. പിന്നെ സർഫസിലെ വിള്ളലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ബലപ്പെട്ട വീടുകളാണെങ്കിൽ അവർ ആശപ്പെടേണ്ട ഒരു കാര്യം ഈ സാഹചര്യത്തിലില്ല. ബലം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തുള്ള ബലമുള്ള വീടുകളിലോട്ടോ എന്തെങ്കിലും മാറി താമസിക്കാൻ പറയുന്നതുകൊണ്ട് തെറ്റില്ല. അതേ സമയത്ത് ഈ കാണുന്നില്ലേ, ഇതെനിക്ക് തോന്നുന്നത് എടക്കൽ ഗുഹയുടെ സൈഡായിരിക്കുമെന്ന് തോന്നുന്നു. വളരെ ഡീപ്പായിട്ടുള്ള വാലിയാണ്. ഈ ഡീപ്പ് വാലി എല്ലാം ഭ്രംശ മേഖലകളാണ്. ഈ ഭ്രംശ മേഖലയിൽ എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ മേളിൽ വലിയ ഉരുളൻ കല്ലോ ഇല്ലെങ്കിൽ വളരെ തിക്കായിട്ട് സോയിൽ കവറോ എന്തെങ്കിലും ഒരു സ്റ്റീപ്പ് സ്ലോപ്പിലിരിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ പോരും. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഈ വയനാട് വളരെ ഫ്രാജൈലായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് എല്ലാം കൊണ്ടും. കേരളത്തിലെ ഒരു പക്ഷേ ശിലകളുടെ വൈവിധ്യം കൂടുതലാണ്. ഒരു സെക്കൻഡ് ഞാൻ അങ്ങേലേക്ക് വരാം ഡോക്ടർ സോമൻ. ശ്രീ സംഷാദ് മരക്കാർ, ഇപ്പോൾ കൃത്യമായി ഡോക്ടർ സോമൻ ചൂണ്ടിക്കാട്ടിയത് ആ ദൃശ്യങ്ങൾ ഈ എടക്കൽ ഗുഹയുടെ പരിസര പ്രദേശങ്ങൾ തന്നെയാണ്. അതിൻ്റെ താഴെയും ഈ പറയുന്ന ജനവാസ മേഖലയാണല്ലോ, അല്ലേ? അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകൾ എന്ത് ഉറപ്പോടെ കിടന്നുറങ്ങണം ഇന്ന് രാത്രിയിൽ?
അല്ല, അതിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാണ്. ആ വിവരം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ആ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നടപടി എടുക്കപ്പെടേണ്ടവർ മാത്രമാണ് നമ്മൾ. ഇതുവരെ അത്തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് ഞാൻ വേണുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ചെയ്ത ഒരു എക്സസൈസാണ് നേരത്തെ പറഞ്ഞ പോകുന്നതും സർഫസ് ഒന്ന് പരിശോധിക്കുന്നതും ആളുകളെ കാണുന്നതും അവരെ കൂടെ നിർത്തുന്നതുമൊക്കെ. പക്ഷെ അതിനപ്പുറം ആധികാരികമായി ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും, അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ചില ആളുകൾ മാറേണ്ടവരുണ്ടെങ്കിൽ മാറണമെന്നോ അല്ലെങ്കിൽ മാറേണ്ട ഏത് തരത്തിലുള്ള തീരുമാനവും നമുക്ക് തരേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മാറ്റി ശരി ഇപ്പോൾ അങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിനകത്ത് ആധികാരികമായ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല, അത് കിട്ടിയാലല്ലേ നമുക്ക് തുടർ നടപടികൾ എടുക്കാൻ കഴിയുമെന്ന്. ശരി, ആ വാദം അംഗീകരിക്കുന്നു. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ പറയാം, ഇപ്പോൾ 2018-ലും 2019-ലും ഒക്കെ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ മേൽമുറിയിൽ. അതിനുശേഷം പിന്നീട് അവിടെ വിള്ളൽ വീണു, പല ഭാഗങ്ങളും അടർന്നു വീഴാറായ നിലയിലാണ് എന്ന് ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ താങ്കൾക്കാണ് ആ മേഖലയൊക്കെ അറിയുന്നത്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അത് മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക്കൽ റിഗ്രവേഷൻ മോഡൽ അനുസരിച്ച് പഠിച്ചപ്പോൾ ഈ 2018-ലും 2019-ലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാനും അത് ആവർത്തിക്കാനും ഒക്കെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഭൂമിയുടെ തരം മാറ്റൽ, പിന്നെ ഈ റോഡ് നെറ്റ്വർക്ക്, പിന്നെ മഴയുടെ അളവ്, അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, നീർച്ചാലുകളുടെ സാന്ദ്രത, ഭൂമിയുടെ ചെരിവ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് നിങ്ങളുടെയൊക്കെ നേർക്ക് സംശയത്തിൻ്റെ മുന നീളുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, അവിടെ ഈ പറയുന്ന അങ്ങുകൂടെ പ്രതിനിധീകരിക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനമുണ്ടല്ലോ, അവരുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് 12 ഈ പറയുന്ന റിസോർട്ടുകളുടെ പ്രവർത്തനം. അതിൽ 9 എണ്ണത്തിൽ കൃത്യമായ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ബന്ധപ്പെട്ട പഞ്ചായത്ത് തന്നെ അതിലൊരു സമിതി വയ്ക്കുകയും അത് പരിശോധിക്കുകയും അതിലൊരു റിപ്പോർട്ടായി വരികയും ഒക്കെ ചെയ്യുകയുണ്ടായതാണ്. അതിൻ്റെ മേൽ എന്ത് നടപടി ഉണ്ടായി? ഇപ്പോൾ ഇവിടെ ഈ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ ആശങ്കയ്ക്കൊപ്പമാണല്ലോ താങ്കളും നിൽക്കുന്നത് സംഷാദ്. അവർ പറയുന്നുണ്ടായിരുന്നു ഈ റിസോർട്ടുകളിലെല്ലാം ഈ പറയുന്ന 20,000 ടണ്ണ് അങ്ങനെയൊക്കെ 20,000 ലിറ്റർ വെള്ളം ഒക്കെ സൂക്ഷിക്കുകയാണ് അവിടെ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി. അതുപോലെ തന്നെ ഈ നീർച്ചാലുകളുടെ സ്ഥലം മാറ്റിയതിനു ശേഷം അത് തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്വിമ്മിംഗ് പൂൾ കെട്ടിയിരിക്കുന്നു. സംഷാദ് മരക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഞാനിതിന് മറുപടി പറയും. ഞാൻ ഈ 12 റിസോർട്ടിൻ്റെ കാര്യം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി പറഞ്ഞതാണ്. ആ പഞ്ചായത്ത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി മാറിയ വ്യക്തി പറയുകയാണ്, ഞങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത്, എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് അറിയില്ല, അത് പ്രസക്തവുമല്ലല്ലോ, ഇങ്ങനൊരു സമിതിയെ വെച്ചു. ആ സമിതിയാണ് ഇങ്ങനെ പഠിച്ചത്. 12 റിസോർട്ടുകൾ, 9-ലും നഗ്നമായ നിയമലംഘനം, മനുഷ്യ നിർമ്മിതമായ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അടക്കം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊന്നും ഈ 12 എന്നുള്ളത് വിട്, അവിടെ എല്ലാ റിസോർട്ടുകളും കൃത്യമായി തന്നെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംഷാദ്? അവിടെ ഇങ്ങനെ ഈ പറയുന്ന അനധികൃതമായി ഈ പറയുന്ന 20,000 ലിറ്ററൊക്കെ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെക്കലുണ്ടോ? അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? ഈ നീർച്ചാലുകൾ എന്ന് പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഞാനതിന് മറുപടി പറയാം. വയനാട്ടിൽ അനധികൃതമായി റിസോർട്ടുകൾ ഇല്ല എന്നുള്ളൊരു വാദം എനിക്കില്ല എന്നുള്ളതാണ്. ഒന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നതിന് ശേഷം നമ്മൾ ലീഗലി അല്ലാത്ത റിസോർട്ടുകളെ കുറിച്ച് നമ്മളൊരു ഡാറ്റ തന്നെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. അതത് പഞ്ചായത്തുകൾക്ക് നമ്മൾ ആ ഡാറ്റ കൈമാറാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ നടപടി എടുക്കേണ്ടത് പൂർണ്ണമായി പഞ്ചായത്തുകൾക്ക് എടുക്കാം. 2, വയനാട്ടിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. നിലവിൽ റെഡ് സോൺ ഉണ്ട്, ബഫർ സോൺ ഉണ്ട്, കെട്ടിട നിർമ്മാണത്തിന്റെ ഉയരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. എന്റെ ചോദ്യം, അങ്ങേക്ക് പരിശോധിച്ചാൽ കിട്ടില്ലേ ഈ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഒരു ഉപസമിതിയെ വെച്ച് പഠിച്ച ഈ റിപ്പോർട്ട്? അത് വരുത്തിക്കുമോ? അതിന്റെ മേലുള്ള പരിശോധനകൾ നടക്കുമോ? തുടർ നടപടികൾ സ്വീകരിക്കുമോ? ഞാൻ തീർച്ചയായും ഇതൊന്നും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇതിനകത്ത് നമ്മളിവിടെ എടുക്കുന്നൊരു നിലപാടുണ്ട്, അത് കൃത്യമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് ആരാണെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ കൂടെ ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകളെ കുറിച്ച് പരാതികളുണ്ടെങ്കിൽ ഇനി പരാതി വേണ്ട, ഈ ഒരു ചർച്ച തന്നെ ഇതിൻ്റെ പരാതിയായി കണക്കാക്കുകയാണ്. ഈ ചർച്ചയിൽ ഉന്നയിച്ച സ്ഥലങ്ങൾ, ഇനി ചർച്ചയിൽ ഉന്നയിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ
നിങ്ങൾ അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞ പരാതി ഇത്തരം തന്നാൽ വിശാല മനസ്സൊക്കെ ഉറപ്പായും എല്ലാവരും ജില്ലാ പ്രതികരിക്കുമ്പോൾ ദുരന്ത കാണാറുള്ളതാണ്. നിവാരണ ഞാൻ അതുകൊണ്ടാണ് അതോറിറ്റിയോട് തീർത്തും സാങ്കേതികമായി തന്നെ അങ്ങയോട് ചോദിക്കുന്നത്. Yes. ഒരു ഭരണസമിതി, ഒരു ഉപസമിതിയെ വെച്ച് പഠിച്ച ഒരു റിപ്പോർട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ആ കാര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞത് പിന്നീട് എനിക്കതിൽ തുടർ നടപടികളിലേക്ക് പോകാനും അത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും കഴിഞ്ഞില്ല, പിന്നെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി മാറിയെന്ന്. അങ്ങനെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരു കാര്യമല്ല. ഇനി അത് പോട്ടെ, ഒരു വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ സംഷാദെ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ കഴിയുമല്ലോ. നടത്താം. ഞാൻ അത് അദ്ദേഹം പറഞ്ഞത് വെച്ചാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളപ്പോൾ ഉണ്ടാക്കിയ ഉപസമിതിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 2020 ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് ആ ഉപസമിതി റിപ്പോർട്ട് അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം അല്ല ഉപസമിതി റിപ്പോർട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ഉപസമിതി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കാം. പക്ഷേ ഇതിൽ വേണു ഇവിടെ നമ്മൾ ഈ ജില്ലയുമായി ബന്ധപ്പെട്ട് വേണുവിൻ്റെ ഏത് മീഡിയ പേഴ്സൺ വഴി അന്വേഷിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ എടുക്കുന്നൊരു സ്റ്റാൻഡ് ക്ലിയർ ആണ്. നമ്മൾ ഇതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. നിയമവിരുദ്ധമായി എവിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് തടയാനുള്ള റൈറ്റ് ഇവിടുത്തെ പഞ്ചായത്തുകൾക്കുണ്ട്. അവർക്ക് പറ്റാത്തത് തടയാൻ എന്താണ് പറഞ്ഞത്? അവിടെ വെള്ളം സംഭരിച്ച് വെക്കുന്നു, അവിടെ നീന്തൽ കുളമുണ്ട്, അവിടെ മരം മുറിക്കുന്നു. അല്ല, ഈ ഒരു പരാതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലല്ലേ വേണു ഇതിനകത്ത് നമുക്ക് ഇടപെടാൻ കഴിയുക. അവർ നമുക്ക് പരാതി എനിക്കെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ശ്രദ്ധയിൽ ഈ പരാതി പെട്ടിട്ടില്ല. ആ പരാതി പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ പറഞ്ഞു. ഒരു കാര്യം കൂടി വേണുവിനോടൊന്ന് പറയാം. ഈ മൂപ്പൈനാട് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒരു കോറി അനുമതി നൽകുന്നു. ആ കോറി ബഫർ സോണിനകത്താണ് വരുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന DDMA കോറിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു. ഈ കോറി ഉടമ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നു. ആ അഫിഡവിറ്റ് എന്താണ്? വയനാട് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത് ഈ ബഫർ സോൺ തീരുമാനം തെറ്റാണ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം ബഫർ സോൺ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയുന്നു. ചീഫ് സെക്രട്ടറി ഇതേ അഭിപ്രായം പറയുന്നു. ഫലത്തിൽ കോറിക്ക് അനുമതി കിട്ടി. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഭരണ സംവിധാനത്തിന് ബഫർ സോൺ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടോ? ഓരോ ജില്ലയിലെയും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആ ജില്ലയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ അധികാരമില്ല എന്നെങ്ങനെയാണ് സർക്കാരിന് അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുക കോടതിയിൽ? യെസ്, അത് തന്നെയല്ലേ ആ അഫിഡവിറ്റ് കൊടുത്ത് ആ കോർട്ടിൽ നമുക്കെതിരെ വിധി വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിഞ്ഞ ഉടനെ ചീഫ് സെക്രട്ടറി തലത്തിൽ ഞാൻ നേരിട്ട് അന്നത്തെ കലക്ടറെ പോയി കണ്ടു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് നമ്മൾ ഒരു കാരണവശാൽ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഫേവറായിട്ടല്ല അവിടെ തീരുമാനം പോയത്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി കൂടെ വാങ്ങണമായിരുന്നു എന്നുള്ളതാണ്. അനുമതി വാങ്ങണം എന്നുള്ളതൊന്നും ഇതാണ് പ്രശ്നം. സംഷാദെ, ഒരു പിഴവ്, സാങ്കേതികമായ ഒരു പിഴവ് വന്നാൽ മതി കോടതിയിൽ ഈ പറയുന്ന നിങ്ങൾ ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത് അവർക്ക് അനുകൂലമായ വിധി വരും. പക്ഷേ എന്റെ സംശയം ഇതൊന്നും നിങ്ങൾക്കറിയാത്തതാണോ എന്നതാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്. പല കാര്യങ്ങളിലും ബോധപൂർവം ഇത്തരം പഴുതുകൾ ഇട്ടുകൊണ്ട് എന്നാൽ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന നടപടികൾ എടുക്കാറുണ്ട്. അല്ല, അത് വേണു ചിലപ്പോൾ എന്നെ അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ താങ്കളെ വ്യക്തിപരമായി പറയുന്നതല്ല. അല്ല, ഇപ്പൊ വയനാടുമായി ഒരു ബന്ധമില്ലെങ്കിലും അങ്ങേക്കറിയാമല്ലോ, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയെ നാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് അനുകൂലമായി കോടതി വിധിച്ചു. നമ്മുടെ ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരു കൂട്ടർ ഏത് കാലത്തുള്ള നിയമപ്രകാരമാണോ അത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാതെ മറ്റൊരു നിയമപ്രകാരം അത് ചെയ്യുകയുണ്ടായി. ഈ സാങ്കേതികത്വം അവരോട് ചൂണ്ടിക്കാട്ടി. ഫലത്തിൽ എന്താ സംഭവിച്ചത്? അവർക്ക് ആ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റി. ഈ ഉദ്യോഗസ്ഥന് അറിയില്ലായിരുന്നു എന്നാണോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. സംഷാദെ, ഞാനത് താങ്കളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതായി കരുതേണ്ട. നമ്മുടെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇല്ല, തീർച്ചയായും ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളൊരു സ്ട്രഗിൾ എടുത്ത്, ഒരു റിസ്ക് എടുത്ത്, നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനോടൊപ്പം നമ്മൾ നിൽക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ നിൽക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരികയുണ്ടാവുന്നുണ്ട്. അത് ആ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. നമുക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തുള്ള പ്രൊട്ടക്ഷൻ വേണമെന്നില്ല. അവർ നമ്മളോടൊപ്പം നിന്നാൽ മതി, ജെന്യുവിനായ കാര്യത്തിന് മാത്രം. ഈ പറഞ്ഞ പരാതികളിൽ ഈ അമ്പുകുത്തിയിലെ കാര്യമാണെങ്കിലും മറ്റുള്ള അനധികൃത റിസോർട്ടുകൾ, അനധികൃത നിർമ്മാണം, നീർച്ചാലുകളുടെ ബന്ധനമൊക്കെ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെട്ടത്.
ഇനി അത്തരത്തിൽ ഒരു പരാതിയും എനിക്ക് വേണ്ട. അതിനകത്ത് എന്താണോ ആ പഞ്ചായത്ത് സെക്രട്ടറിയെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും. അവിടെ എന്ത് തരത്തിൽ അനുമതിയാണ് അവർ കൊടുത്തത് എന്നും എന്ത് തരത്തിലുള്ള നിർമ്മാണമാണ് അവിടെ. കാരണം ഒരു പഞ്ചായത്തിൻ്റെ ലൈസൻസിങ് ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പഞ്ചായത്തിൻ്റെ മാത്രം പവറാണ്. ഇനി അത് ഉറപ്പായി പരിശോധിക്കും. ആ ആളുകൾ പറഞ്ഞ ഇപ്പോൾ 24 ചാനലിനകത്ത് വയനാട്ടിലെ അമ്പുകുത്തി പ്രദേശത്തെ ആളുകൾ പറഞ്ഞ ആശങ്ക പൂർണ്ണമായി ഉൾക്കൊള്ളും. നാളെ തന്നെ ഇതിനകത്ത് മാത്രമല്ല താങ്കൾ ആവർത്തിക്കുന്നുണ്ട് പറയാണ് ഈ ഒരു ക്വാറിക്ക് അനുമതി കിട്ടിയ ദൗർഭാഗ്യകരമായ സംഭവത്തിനകത്ത് വീര്യം ചോരേണ്ട കാര്യമൊന്നുമില്ല. പഞ്ചായത്തിന്റെ ശക്തി കേരളം കാണിച്ചിട്ടുള്ളതാണ്. ആരെ ഈ പറയുന്ന ക്വാറി മുതലാളിമാരെ മാത്രമല്ല, ആഗോള കുത്തകയായ കൊക്കക്കോള കമ്പനിയെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് ഓടിച്ചതാണ് നമ്മൾ. അതൊരു പഞ്ചായത്തിന്റെ ശക്തിയാണ് കണ്ടത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ നാട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ത്രിവിക്രമൻ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി ഈ കോട്ടൂളി സംഭവം. ഇപ്പോൾ അതുപോലെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ചില സ്ഥലങ്ങളുമുണ്ട്. കോട്ടയം ചേനപ്പാടി, അവിടെ അതൊരു ഗ്രാമമാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇങ്ങനെ സമാനമായൊരു ശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇങ്ങനെ നമുക്കിതിനെ സാമാന്യവൽക്കരിക്കാം. ഇപ്പോൾ അങ്ങ് ഫ്ലോറിഡയുടെ കാര്യം പറയുകയുണ്ടായി. അവിടുത്തെ ഭൂമിയുടെ സ്വഭാവമല്ല നമ്മുടെ മലമ്പ്രദേശങ്ങളിലെന്ന്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മംഗലാപുരം മുതൽ അങ്ങോട്ടേക്കുള്ള ഭാഗത്തെ മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചെങ്കല്ലും ബലമില്ലാത്ത മണ്ണുമാണ്. അതേസമയം നമുക്കിവിടെ അതിശക്തമായിട്ടുള്ള ഉറച്ച മണ്ണാണ്. അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളുണ്ട്, നല്ല വലിയ വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ വേരിൽ ഈ മണ്ണ് ഉറപ്പിച്ച് നിർത്താൻ കഴിയും. ഇതൊക്കെയായിരുന്നു നമ്മുടെ സിദ്ധാന്തം. എല്ലാം പൊളിഞ്ഞുപോയി വയനാട്ടിൽ. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഈ മംഗലാപുരത്തെ പോലെ തന്നെ ഫ്രജയിലായ വൾണറബിളായ ഒരു സ്ഥലമാണ് നമ്മുടേതെന്ന് ആ ഭൂമിയുടെ കിടപ്പ് കണ്ടാൽ ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. മനുഷ്യനിർമ്മിതമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഈ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. പക്ഷെ അപ്പോഴും പിടിതരാത്ത കുറേ കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന അതിർ വരെ ഭയക്കേണ്ടതില്ല, ഇന്ന അതിർ മുതൽ നാം സുരക്ഷിതരാണ് എന്ന് തീർപ്പാക്കാൻ കഴിയുമോ ഈ വയനാട് അനുഭവം വെച്ചുകൊണ്ട്? തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഇൻപുട്ട് സ്വീകരിക്കാൻ നമ്മുടെ ഭരണകർത്താക്കളും പോളിസി മേക്കേഴ്സും ജനപ്രതിനിധികളും മുന്നോട്ട് വന്നാലേ നടക്കുകയുള്ളൂ. അല്ലല്ല, എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. ഫ്ലോറിഡ അനുഭവം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കോട്ടൂളി അനുഭവം വെച്ചുകൊണ്ട് വയനാട്ടിലൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് കഴിയുമോ? ഈ ജൂലൈ 30 മുതൽ ആ കഥ മാറിയല്ലോ. തീർച്ചയായിട്ടും കഴിയും. അല്ല സാറേ, ജൂലൈ 30 എന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറയാം. ഇതേ സമയം വയനാട് മാത്രമല്ല വിവിധ ജില്ലകളിൽ ഈ പറയുന്ന കണ്ണൂര്, അങ്ങനെ വടക്കൻ കേരളത്തിൽ പല മേഖലകളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴ പെയ്തു. അവിടെ ഒന്നും സംഭവിക്കാത്തൊരു കാര്യം വയനാട്ടിൽ സംഭവിച്ചു. നമുക്ക് മുന്നറിയിപ്പുകളും നൽകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. ഇതൊക്കെയല്ലേ നമ്മുടെ അനുഭവം? അതായത് വയനാടിൻ്റെ ജിയോളജിക്കൽ മേക്കപ്പ്, മലപ്പുറം താലൂക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ജിയോളജിക്കൽ മേക്കപ്പ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ജിയോളജിക്കൽ മേക്കപ്പ്, കാസർഗോഡ്, കണ്ണൂർ, ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തൃശ്ശൂരിന് തെക്ക് ഈ പറയുന്ന പ്രദേശങ്ങളുമായിട്ട് സമാനമായ ഒരു ലാറ്ററൈറ്റ് ക്യാപ്പില്ല. ലോകത്തെ തന്നെ ലാറ്ററൈറ്റിൻ്റെ ടൈപ്പ് ഏരിയയാണ് നമ്മുടെ മലപ്പുറം താലൂക്ക് ഡിസ്ട്രിക്റ്റ്. ഇതൊരു ഹ്യൂജ് തിക്നെസ്സാണ്. ഹ്യൂജ് തിക്നെസ് എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷിശാസ്ത്രജ്ഞർ ഡീപ്പ് സോയിൽ എന്ന് പറയുന്ന 150 സെൻറ്റിമീറ്ററാണ്. ഇവിടെ അതല്ല. ജിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ ആ 150 സെൻറ്റിമീറ്റർ മുതൽ താഴോട്ട് ചൈനാക്കളെ പോലുള്ള ഒരു ലിത്തോ മാർ എന്ന് പറയും, അതുവരെയുള്ള ഡെപ്ത് 60, 50, 40 മീറ്ററാണ്. അതുകൊണ്ടാണ് ഏറ്റവും മേളിലുള്ള ലാറ്ററൈറ്റ് ഒരു കാലത്ത് ആ ലാറ്ററൈറ്റ് ഉപയോഗിച്ച് അതൊരു ഇരുമ്പയിരിന് സബ്സ്റ്റിറ്റ്യൂട്ടാണെന്ന് വരെ കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇനി വയനാട്ടിലേക്ക് വരാം. വയനാടില് കേരളത്തിൻ്റെ ഒരു മൈക്രോകോസം ആണ് വയനാട്. അങ്ങ് മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. 2019 ഓഗസ്റ്റ് 8 ആ സമയത്താണ് ഈ നിലമ്പൂരിലെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതൊരു വലിയ ദുരന്തമായിരുന്നു. അല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ ഭൂവിനിയോഗത്തിന് ഒരു പോളിസി ഇല്ല. സാർ, ഞാൻ ചോദിക്കുന്നത്, അങ്ങ് മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞു, വയനാട് പോലെയല്ല മലപ്പുറം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് 2019 നിലമ്പൂരിലെ കവളപ്പാറയിൽ 59 പേരാ മരിച്ചത്.
അതെ, എനിക്കറിയാം. ഞാൻ അവിടെ ഒരു പീസ് ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അതായത് എവിടാണോ 22 ഡിഗ്രി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് അത് കവച്ച് വെച്ച് അത് കടന്ന് നമ്മളിനി എന്ത് പണിതാലും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതായത് ജിയോ ടെക്നിക്കലി അൺസ്റ്റേബിളാണ്, ഒരു സംശയവും വേണ്ട. ഇതാണ് നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കേണ്ട മെസ്സേജ്. നിങ്ങൾ എവിടെ വേണോ താമസിച്ചോ, പക്ഷേ അവിടുത്തെ സ്ലോപ്പ് 22 ഡിഗ്രിയിൽ കൂടിയാൽ സഹോദര അവിടെ നമ്മൾ വാസയോഗ്യമല്ല. കൃഷി ചെയ്തോളൂ. പിന്നെ വേറൊന്ന്, ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞ ഇപ്പം നമ്മൾ അനുഭവിച്ച ഉരുൾപൊട്ടൽ ഈ പറയുന്ന കിണറിടിയുന്നതിനെ ബാധിക്കില്ല. മറിച്ച് ഈ കിണറിൽ ഇടിയുന്ന ആ പ്രതിഭാസം വേണമെങ്കിൽ ടോപ്പ് സോയിലിനെ ബാധിക്കാം. ചിലപ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷെ ഒരു അമെൻമെൻ്റ് ഉണ്ട്. അതായത് ഇനി ഈ പറഞ്ഞ ചാലിയാർ ബേസിനിൽ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന സ്ലോപ്പുകളിൽ വയനാട് ഡിസ്ട്രിക്റ്റിനുള്ളിൽ ആ സ്ലോപ്പുകളിൽ 518 520 മില്ലിമീറ്റർ മഴ പെയ്താൽ തകർന്നു പോകുന്ന ആണിവേര് പോലും പൊട്ടിപ്പോകുന്ന മണ്ണിൻ്റെ അളവ് അല്ലെങ്കിൽ മണ്ണിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അത് പോയി കഴിഞ്ഞു. ഇനി അടുത്ത നാളെയോ മറ്റന്നാളോ 10 വർഷം കഴിഞ്ഞോ അവിടെ വരില്ല, ഒരു പുതിയ സ്ഥലത്ത് വരും. കേരളത്തിൻ്റെ ഇവിടെ മാപ്സ് ഉണ്ട്. ശരി, അതായത് നമുക്ക് ഈ ഗവേഷണത്തിന് ഒരു കുറവുമില്ല. ആ ഗവേഷണ ഫലം ഉപയോഗിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ നാട്ടുകാർ. ശരി, ഞാൻ അങ്ങേലേക്ക് അതായത് നമ്മുടെ ജനപ്രതിനിധികൾ. ഡോക്ടർ സോമൻ ഇവിടെ ഇപ്പോൾ അങ്ങും സൂചിപ്പിക്കുകയുണ്ടായി, ഈ പറയുന്ന 3.5 അവിടെ മുതലാണ് ഇതിൻ്റെയൊക്കെ തീവ്രത രേഖപ്പെടുത്തപ്പെടുക എന്ന്. ഇന്നിപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടൊരു സ്ഥലമുണ്ട് ഇന്ത്യയിൽ, അത് ഹിമാചൽ പ്രദേശിലെ മണ്ഡിയാണ്. അവിടെ 3.5 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ പറയുന്ന നാഷണൽ സീസ്മോളജി സെൻറ്റർ അറിയിച്ചിട്ടുണ്ട്. മണ്ഡിയുടെ മറ്റൊരു പ്രത്യേകത അങ്ങേക്കും അറിയുന്നത് പോലെ വയനാട്ടിൽ ഉണ്ടായതുപോലെ സമാനമായ ദുരന്തവും അത്രയും തീവ്രതയില്ല എങ്കിലും ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായുള്ള പ്രകൃതിക്ഷോഭവുമെല്ലാം അവിടെയും ഉണ്ടായതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഇവിടെയും 2 തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നതുകൊണ്ട് നാം സുരക്ഷിതമായ ഒരു അകലത്തിലാണ് എന്ന് കരുതാൻ കഴിയുമോ? ഇനി അടുത്തതായി ഒരു ചോദ്യം കൂടെയുണ്ട്. ഈ വിദഗ്ധർ, നിങ്ങളെപ്പോലെയുള്ള വിദഗ്ധർ പറയുകയാണ്, കേരളത്തിൻ്റെ സാഹചര്യം പോലെയല്ല ഭൂചലനം ഉണ്ടായാൽ ഹിമാലയത്തിലെ സാഹചര്യം, അതുപോലെ തന്നെ ആൻഡമാനിലെ സാഹചര്യം. ഭൂമിയുടെ ഉപരിതല പാളികൾ തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ട്. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഹിമാലയത്തിലും ഡൽഹിയിലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കെട്ടിടങ്ങൾ തകരാൻ കാരണമാകും. അവിടെ നിന്ന് 3000-ലധികം കിലോമീറ്റർ ദൂരെയാണ് കേരളം, അതുകൊണ്ട് സുരക്ഷിതമാണ്. ഇങ്ങനൊരു അകലത്തിൻ്റെ മാത്രം സുരക്ഷിത ബോധത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇപ്പം നേരത്തെ പറയുകയുണ്ടായല്ലോ, ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി അടക്കം അവിടെ നിന്ന് ഇത്രയും ദൂരേക്ക് ഇത് ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും കരുതുമോ എന്ന്. അങ്ങനെ നമ്മുടെ അനുമതി ചോദിച്ചിട്ടാണോ ഇതൊക്കെ കടന്നു വരുന്നത്? ഇപ്പോൾ 3 കിലോമീറ്റർ മുതൽ ആണ് ഈ പറയുന്ന വലിയ ആഘാതം വയനാട്ടിൽ ഉണ്ടായത്, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന്. ഇന്ന് നാം കേൾക്കുന്ന എന്താണ്, 30 കിലോമീറ്റർ അകലെ ഈ പറയുന്ന മുഴക്കവും പ്രകമ്പനവും ഉണ്ടാകുന്നു എന്നാണ്. അപ്പം നമുക്ക് ഈ അളന്ന് തീർച്ചപ്പെടുത്തുന്ന ഇത്തരം സുരക്ഷിതമായ അകലങ്ങൾ ഉണ്ട് നമ്മളെ കാക്കാൻ എന്ന് കരുതിയിരിക്കുകയാണോ വേണ്ടത്? അതായത് ഈ പറയണതെല്ലാം ഒരുതരം സാമാന്യവൽക്കരണമാണ്. അതായത് ഈ ജിയോളജി പ്രക്രിയയിൽ ഓരോ ലൊക്കേഷൻ സ്പെസിഫിക്, ഏതാണ്ട് ഈ കാണിക്കുന്നതിനകത്ത് ക്രാക്സ് കണ്ടില്ലേ, ബിൽഡിങ്ങിൽ ഏതാണ്ട് ഇപ്പോൾ കാണിക്കുന്ന TV ഞാൻ കാണുകയാണ്. അത്തരം ക്രാക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനിൽ അല്പം ഇളക്കം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹിമാലയത്തിൽ നടക്കുന്ന ഭൂചലനവും ഇവിടെ നടക്കുന്ന ഭൂചലനവും അതിൻ്റെ കാരകശക്തികൾ വ്യത്യസ്തരാണ്. അവിടെ പ്ലേറ്റുകൾ തമ്മിൽ ഉള്ള ആ സബ്ഡക്ഷൻ, അതായത് ഒബ്ഡക്ഷൻ സോണിൽ കൂടെ പോകുന്നതിൻ്റെ പ്രതിഫലനം അവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് മൈക്രോ പ്ലേറ്റ് പോലുള്ള, അതായത് വലിയ ഭ്രംശ മേഖലകൾ, ഇപ്പോൾ പാലക്കാട് ഗ്യാപ്പ്, ഇടുക്കി മേഖലയിലുണ്ട്, വയനാടൻ മേഖലയിലുണ്ട്. ഇത് ഈ മൈക്രോ ഹൈഡ്രോ സെയ്സ്മിസിറ്റി മഴ പെയ്യുന്ന സമയത്ത് ഭ്രംശ മേഖലകളിൽ ലൂബ്രിക്കേഷൻ നടക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 3, 3.5 ഇല്ലേ 4, 5, അതാണ് നമ്മൾ സോൺ 3 എന്ന് പറയുന്നതിൻ്റെ കാരണം. ഈ 3.5 ഇവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന 3 മാഗ്നിറ്റ്യൂഡാണോ 2 എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. 3 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് താഴെയുള്ളതൊന്നും കാര്യമാക്കണ്ട എന്നുള്ള ഈ ഡൽഹിക്കാരുടെ ആ ധാരണ അതൊരു അസാധാരണ ധാരണയാണ്. കാര്യം ഈ ഗംഗാ നദിയിൽ പോലുള്ള നദിയില്ലാത്ത നമ്മൾ
നമുക്ക് ഇറിഗേഷനോ മറ്റൊന്നോ വേണ്ടാന്ന് അവർ ധരിക്കുന്ന പോലുള്ള. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസിന് പരിഹാരം വേണമെങ്കിൽ നമ്മൾ മൈക്രോ സീസ്മിസിറ്റി അനലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത് തരില്ല. കോട്ടൂളിയിലുണ്ടപ്പോൾ അന്ന് സെസ് ചെയ്തത് NGRI നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോർട്ടബിൾ സീസ്മോഗ്രാഫുകൾ കൊണ്ടുവന്ന് കണ്ടിന്യൂസ് ആയിട്ട് 1-1.5 മാസം മോണിറ്റർ ചെയ്തിട്ടാണ് ജനങ്ങളുടെ ആശങ്ക മാറ്റിയത്. ഇപ്പോഴും നമുക്ക് വയനാടിന് ചെയ്യാൻ പറ്റിയ ഇങ്ങനൊരു സംശയം നിലനിൽക്കുന്നത്, ഇങ്ങനൊരു ഇത് വന്നു, ഇത് മൈക്രോ ട്രമേഴ്സാണ്, അതിനൊരു സംശയം വേണ്ട. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന NGRI നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ പോർട്ടബിൾ സെൻസിറ്റീവായിട്ടുള്ളത് കൊണ്ടുവന്ന് 2-3 സെറ്റ് കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1 മാസമോ 2 മാസമോ അവരൊന്ന് മോണിറ്റർ ചെയ്ത് നമ്മുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഘടകം. അതാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്കാരും മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ട് അവരിത് മനസ്സിലാക്കുന്നില്ല എന്നും എനിക്കറിയില്ല. പിന്നെ ഈ ലാറ്ററൈറ്റ് ഇതൊക്കെ പറയാൻ എളുപ്പം. 22 സ്ലോപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു സ്ലോപ്പ് കൊണ്ട് മാത്രം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജിയോളജിയുമായിട്ട് 4-5 ഫാക്ടേഴ്സ് ഒരുമിച്ചുണ്ടാവണം. ട്രിഗർ ചെയ്യുന്ന മെക്കാനിസം മാത്രമാണ് ഒന്നുകിൽ റെയിൻഫാൾ, അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ, അല്ലെങ്കിൽ എർത്ത്ക്വേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ സ്കൗറിങ്. ഇങ്ങനെ 5-6 പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ട്രിഗർ ചെയ്യുന്ന മെക്കാനിസമാണ്. പക്ഷേ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഷിരൂർ സംഭവിച്ചതുപോലെ അതിൻ്റെ ടോ ഏരിയ വെട്ടിമാറ്റിയപ്പോൾ എല്ലാം കൂടെ മറിഞ്ഞ് റോഡിലും പുഴയിലും കൂടെ പോയി, അത് മാൻമെയ്ഡായി. പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് വനത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ സ്കൗറിങ് കാണാൻ പറ്റും. ആ സാധനങ്ങൾ കുറേശ്ശെ വന്നു. മഴ പെയ്തു, അത് വിള്ളലുകളിലൂടെ അകത്തോട്ട് പോയത്. അവിടുത്തെ സ്ലോപ്പ് മാത്രമല്ല, സ്ലോപ്പ് ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടറി പാരാമീറ്റേഴ്സ്. ഈ 20 ഡിഗ്രി എന്ന് പറയുന്നത് വലിയ സ്ലോപ്പാണ്. പക്ഷേ ആ ഒരൊറ്റ പാരാമീറ്ററും വെച്ച് നടക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലേ, നമ്മൾ എങ്ങും എത്തിക്കത്തില്ല. അതാണ് നമ്മുടെ എല്ലാ ശാസ്ത്ര സമൂഹവും ഇത് സാമാന്യവൽക്കരിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. എൻകൗണ്ടർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ സംഷാദ് മരക്കാർ, ഇപ്പോൾ ഇവിടെ ഒരു നേരിയ ഭൂചലനമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു. സംഷാദെ, ഇപ്പോൾ വിദഗ്ധരും പറയുകയാണ് ഈ പറയുന്ന മൈക്രോ ട്രെമറാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. പക്ഷേ അത് ചുരുക്കി കണ്ടുകൂടാ എന്ന് ഡോക്ടർ സോമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 150 മീറ്ററിൻ്റെ ഒരു വിള്ളലിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. മൈസൂരിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നു എന്ന കാര്യവും അറിയാമല്ലോ. അത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ 2018 വയനാട്ടിൽ 1132 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മണ്ണ് നിരങ്ങി നീങ്ങുന്ന പ്രതിഭാസം. 72 ഉരുൾപൊട്ടലാണ്, 62 സ്ഥലങ്ങളിൽ ഭൂമി നിരങ്ങി നീങ്ങൽ, 625 അടുത്ത മണ്ണിടിച്ചിൽ. ഇങ്ങനെ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അന്നൊന്നും ഇത്ര വലിയ അപകടം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ഇതെല്ലാം ചേർന്നൊരു വലിയ വിപത്താകുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഈ പറയുന്ന നേരിയ ഭൂകമ്പം എന്ന് പറയുന്നത് മറ്റെന്തോ വരാനിരിക്കുന്നതിൻ്റെ മുന്നറിയിപ്പാണോ? വിദഗ്ധരായ ആളുകൾ പറയുന്നത് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രതിസന്ധി വീണ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇഷ്യൂസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് പ്രളയമുണ്ടാകുന്നു. മഴയുടെ ഇൻറ്റൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. വയനാടിൻ്റെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥയിൽ വലിയ മാറ്റമുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞാൽ കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നൊരു ജില്ലയായി വയനാട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വന്യമൃഗശല്യം അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാവേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരു ചില നിയന്ത്രണങ്ങൾ ഈ ജില്ലയിൽ അത്യാവശ്യമാണ്. കേശവേന്ദ്രകുമാർ കലക്ടറായിരുന്ന സമയത്താണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അത് ചില പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടു, മറ്റു മുഴുവൻ പഞ്ചായത്തുകൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളൊരു ആക്ട് നമ്മൾ കൊണ്ടുവന്നു. റെഡ് സോൺ നമ്മൾ കൊണ്ടുവന്നു. റെഡ് സോണിന് ചുറ്റും ബഫർ സോൺ കൊണ്ടുവന്നു. ആ ബഫർ സോണിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരൊറ്റ കോടതി വിധിയോടുകൂടി ജില്ലയിൽ നമ്മൾ മുഴുവൻ എടുത്ത ബഫർ സോണുകളും ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. റെഡ് സോണിൽ നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ നല്ലത് തന്നെ. പക്ഷെ അതിൽ ഈ വർഷം ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ അപ്ഡേഷൻ വേണം. കാരണം സ്ഥലങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു വിദഗ്ധ സമിതിയെ പഠനത്തിന് നിയോഗിച്ച് റെസ്ട്രിക്ഷൻസ് വേണ്ട സ്ഥലത്തേക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ഇനി എവിടെയെങ്കിലും റിലാക്സ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് കൊണ്ടുവരണം. അതിനോടൊപ്പം വികസനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് തന്നെ വയനാടിൻ്റെ ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വയനാടിൻ്റെ നിലനിൽപ്പ് ഒരുക്കുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ചേഞ്ച് വരും. ഇപ്പോൾ വേണു പറഞ്ഞത് മൈസൂർ തുരങ്കം അല്ല, എനിക്ക് തോന്നുന്നത് മറ്റേ കോഴിക്കോട് തുരങ്കവാദി ആയിരിക്കും അല്ലേ? അതെ അതെ, ഓക്കെ, അതായിരിക്കാം. ആ തുരങ്കം വന്ന് കയറുന്ന അവിടുന്ന് 4 കിലോമീറ്റർ അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ ഉള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ.
കള്ളാടി മീനാക്ഷി കഴിഞ്ഞ് പുത്തുമല ഉരുൾപൊട്ടൽ കഴിഞ്ഞ് സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂരൽമല ടൗൺ എന്ന് പറയുന്നത്. അവിടത്തേക്കാണ് നമ്മൾ തുരങ്കത്തെക്കുറിച്ച് ആലോചിക്കും. ഇത് എത്രത്തോളം ഫീസിബിൾ ആണ് എന്നും, ഒരു തുരങ്കം ഇനി ഉണ്ടായാൽ വയനാട്ട് തുരങ്കത്തിൽ കയറാൻ, തുരങ്കം ഉപയോഗിക്കപ്പെടാൻ ആളുകൾ ഉണ്ടെങ്കിലല്ലേ വേണം ഈ തുരങ്കത്തിൻ്റെ ആവശ്യം വരിക. ഒരു തുരങ്കത്തിൻ്റെ ഒക്കെ ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ ഇത്രയും ഫ്രജൈലായ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ. നമ്മൾ ആദ്യം മുതൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു പകലാണ് കടന്നു പോകുന്നത്. സംഷാദ് മരക്കാർ ഏറ്റവും ശക്തമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടുകാരുടെ ആശങ്കയെ മാറാത്തത്. എന്തായാലും വലിയൊരു ദുരന്തമുഖത്താണ് വയനാടൻ ജനത നിൽക്കുന്നത്. അവരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. ഇനി വാർത്താമഴയുമായി എസ് വിജയകുമാർ.